പ്ലാശനാൽ പള്ളി, ദയറ, സെമിനാരി എന്നിവയുടെ സ്ഥാപകൻ കുടക്കച്ചിറ അന്തോണി കത്തനാരുടെ സ്മൃതി മണ്ഡപത്തിൻ്റെ ആശീർവാദം പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്ലാശനാൽ പള്ളിയിൽ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സുറിയാനി കുർബാനയ്ക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്തോണി കത്തനാരുടെ സ്മൃതി മണ്ഡപം സഭയുടെ കുതിപ്പിൻ്റെ അടയാളമായി മാറുമെന്നും ബിഷപ്പ് പറഞ്ഞു. അനുസ്മരണ സമ്മേളനത്തിൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ കുടക്കച്ചിറ അന്തോണി കത്തനാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 177 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആരംഭിച്ച ഒരു ഇടവക, ആ ഇടവക ഈ അവസരത്തിൽ ഈ വന്യപിതാവിനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ സഭ ജന്മം നൽകിയ ഏറ്റവും വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിന് മുമ്പിലാണ് നാം നിൽക്കുന്നത്. നമ്മുടെ ഈ സ്മൃതി മണ്ഡപം യാഥാർത്ഥ്യമാക്കുവാൻ അരുവിത്ര പള്ളി വളരെ സ്നേഹപൂർവ്വം നമ്മളോട് ഇടപെട്ടു. ഇതേക്കുറിച്ച് കേട്ട് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാലയ്ക്കപ്പറമ്പിലച്ഛനും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും യോഗവും ചേർന്ന് നമുക്കൊരു കുരിശ് സമ്മാനിക്കാൻ തീരുമാനിച്ചു. ആ കുരിശാണ് അരുവിത്ര കുരിശായി രൂപപ്പെട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. തുടർന്ന് പാരിഷ് ഹാളിൽ ഇടവക ശ്രാദ്ധവും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് പ്ലാശനാൽ പള്ളി വികാരി ഫാദർ തോമസ് ഓലിക്കൽ നേതൃത്വം നൽകി. ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ പാലയ്ക്കപ്പറമ്പിൽ, പാലാ കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് കാക്കലിൽ, തീക്കോയി ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകലേൽ, ഫാദർ ആൻ്റണി കൊല്ലിയിൽ, വൈദികർ, സിസ്റ്റേഴ്സ്, അന്തോണി കത്തനാരുടെ ബന്ധുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തോണി കത്തനാരുടെ ഓർമ്മ ശാശ്വതീകരിക്കണമെന്ന പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പ്രത്യേക താൽപ്പര്യമനുസരിച്ച് കുടക്കച്ചിറ കുടുംബവും പ്ലാശനാൽ അരുവിത്തുറ പള്ളികളും ചേർന്നാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്.